നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A nurse is caring for a 4-year-old child who has been brought to the emergency department with a high fever, drooling and difficulty breathing. The child is sitting upright and refuses to lie down. Which action should the nurse take first? Okay. ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ഇതിനകത്ത് സെറ്റിംഗ് എന്താണ്? ഓക്കെ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലേ? ഓക്കെ, പീഡിയാട്രിക് കേസ് ആണ്. 4-year-old ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പീഡിയാട്രിക് കേസ് ആണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. സെറ്റിംഗ് നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ സിംറ്റം പറഞ്ഞിട്ടുണ്ട്? ഹൈ ഫീവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഹൈ ഫീവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? ഡൂർലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൂർലിംഗ് എന്താണ്? സലൈവ വായിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനാണ് ഡൂർലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ഡിഫിക്കൽട്ടി ബ്രീത്തിങ്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഇതിനകത്തുണ്ട്. ഓക്കെ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ചൈൽഡ് സിറ്റിംഗ് അപ്രൈറ്റ്, റെഫ്യൂസ് ടു ലൈ ഡൗൺ. ഓക്കെ, റെഫ്യൂസ് ടു ലൈ ഡൗൺ എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഈ സിംറ്റം എല്ലാം വെച്ച് നോക്കിയിട്ട് നമുക്കൊരു പോസിബിൾ കണ്ടീഷനിലേക്ക് നമ്മൾ എത്താം. ഇവിടുത്തെ കണ്ടീഷൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? എപ്പിഗ്ലോട്ടൈറ്റിസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇവിടെ ഡിഫിക്കൽട്ടി ബ്രീത്തിങ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എപ്പിഗ്ലോട്ടൈറ്റിസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എപ്പിഗ്ലോട്ടൈറ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? ഡേഞ്ചറസ് സ്വെല്ലിംഗ് ആണ്. എപ്പിഗ്ലോട്ടിസിൽ ഉണ്ടാകുന്ന ഒരു സ്വെല്ലിംഗ് ആണ്. അത് കാരണം എയർവേ ബ്ലോക്ക് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. അറ്റംപ്റ്റ് ടു വിഷ്വലൈസ് ദ ത്രോട്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരിക്കലും ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ഇപ്പം ത്രോട്ടിലേക്ക് നോക്കാനായിട്ട് പാടില്ല. ടങ് ഡിപ്രസർ പോലുള്ള ഒരു എക്യുപ്മെന്റ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം എന്താണ്? ഈ എപ്പിഗ്ലോട്ടൈറ്റിസിൽ ഉള്ള ഒരു ചൈൽഡിന്റെ ത്രോട്ടിലേക്ക് വീണ്ടും ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ എയർവേ സ്പാസംസ് ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതെന്താണ്? അത് കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷനിലേക്ക് ലീഡ് ചെയ്യാനായിട്ടും ഉള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഈ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോകാം. ഒബ്റ്റെയിൻ എ ത്രോട്ട് കൾച്ചർ ഫോർ പോസിബിൾ സ്ട്രെപ്പ് ഇൻഫെക്ഷൻ. ഓക്കെ, ഒബ്റ്റെയിൻ എ ത്രോട്ട് കൾച്ചർ ഇതൊരു പ്രയോറിറ്റി ആണോ? ഒരിക്കലും ഒരു പ്രയോറിറ്റി അല്ല. പക്ഷേ ഇപ്പം ഇനി നമ്മൾ ആ ഒരു കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സ്വെല്ലിംഗ് കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് എന്തായാലും ഇതൊരു പ്രയോറിറ്റി അല്ല. ഓക്കെ, നമുക്ക് നാലാമത്തെ ഓപ്ഷനിലേക്ക് പോകാം. നാലാമത്തെ ഓപ്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അഡ്മിനിസ്റ്റർ പ്രിസ്ക്രൈബ്ഡ് ആന്റിപൈററ്റിക് മെഡിസിൻ ഫോർ എ ഫീവർ റിഡക്ഷൻ. ഓക്കെ, ഇതൊരിക്കലും അർജന്റ് ആണോ? അർജന്റ് അല്ല. ഫീവർ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. എയർവേ ഒബ്സ്ട്രക്ഷൻ ആണ് നമുക്ക് റിയൽ എമർജൻസി ആയിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ വായിച്ചു നോക്കി. പ്രിപ്പയർ ഫോർ എമർജൻസി ഇൻറ്റ്യൂബേഷൻ ആൻഡ് നോട്ടിഫൈ ദ പ്രൊവൈഡർ. യെസ്, ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇതിനകത്തുള്ളത്. എപ്പിഗ്ലോട്ടൈറ്റിസ് ക്യാൻ റാപ്പിഡ്ലി ലീഡ് ടു എയർവേ ക്ലോസർ. എയർവേ ക്ലോസർ ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ എയർവേ ക്ലോസർ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു നേഴ്സ് ചെയ്യേണ്ട എന്താണ്? മസ്റ്റ് പ്രിപ്പയർ ഫോർ ഇൻറ്റ്യൂബേഷന് പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്രൊവൈഡറിനെ ഇമ്മീഡിയറ്റ്ലി ഇൻവോൾവ് ചെയ്യുക. അതാണ് ഇതിനകത്തെ ആൻസർ. സോ ഈ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം തെറ്റാണ്.